നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതക്കുറിപ്പാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. മലയാള നോവലിസ്റ്റ്, കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജനനം 1908 ജനുവരി 21 വൈക്കം താലൂക്കിൽ ഉൾപ്പെട്ട തലയോലപ്പറമ്പ് ഗ്രാമത്തിൽ ആണ്. ജനകീയനായ എഴുത്തുകാരനായിരുന്നു ബഷീർ. പിതാവ് കായ് അബ്ദുറഹ്മാൻ, മാതാവ് കുഞ്ഞാത്തുമ്മ, സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ, പാത്തുമ്മ, ഹനീഫ, ആനുമ്മ, അബൂബക്കർ എന്നിവരായിരുന്നു. 6 മക്കളിൽ മൂത്ത ആളാണ് ബഷീർ. പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും ആയിരുന്നു. രസകരവും സാഹസികവുമായിരുന്നു ബഷീറിൻ്റെ ജീവിതം. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണുവാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിൽക്കാലത്ത് അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1930 കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘം ഉണ്ടാക്കി. തീവ്രവാദ സംഘടനയുടെ മുഖം പത്രമായി ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലികാനാമത്തിൽ എഴുതി. ഉജ്ജീവനത്തിൽ എഴുതിയ ലേഖനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾ. അദ്ദേഹം 9 വർഷ യാത്ര ചെയ്ത് കുറേ ഭാഷകൾ പഠിച്ചു. ലോകം ചുറ്റുന്നതിനിടയിൽ കണ്ട ഒട്ടേറെ ജീവിത സത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതിയിൽ കാണാം. ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മക്കൾ അനീസ്, ഷാഹിന. 1994 ജൂലൈ 5 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു.